ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. ഈ സീസണിലെ പ്ലേ ഓഫ് റേസിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചിനാണ് ഇന്ന് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ പോയിന്റ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട് മുംബൈ ഇന്ത്യൻസ് 3-ാം സ്ഥാനത്താണ്. ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ മുംബൈ ഇന്ത്യൻസിനേക്കാൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അവർക്ക് 10 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ഉണ്ട്. നിലവിൽ നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസത്തിൽ പോയിന്റ് ടേബിളിൽ അവർ 4-ാം സ്ഥാനത്താണ്. IPL പോയിന്റ് ടേബിളിൽ ടോപ്പ് 2 ഫിനിഷ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് ഫൈനലിൽ എത്താനായി 2 അവസരങ്ങൾ ലഭിക്കും. ഇന്ന് കളിക്കുന്ന 2 ടീമുകളും അങ്ങനെ ഒരു ടോപ്പ് 2 സ്പോട്ട് ലക്ഷ്യം വെക്കുന്ന ടീമുകളാണ്. ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് ആ കാര്യത്തിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ മത്സരം മുംബൈ ഇന്ത്യൻസ് തോൽക്കുകയാണെന്ന് വിചാരിക്കുക. പിന്നീട് അവർക്ക് ബാക്കിയുള്ളത് 2 മത്സരങ്ങളാണ്. ആ 2 മത്സരങ്ങളിലും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം എടുക്കാൻ കഴിയുന്ന പോയിന്റ് എന്ന് പറയുന്നത് 18 പോയിന്റ് ആണ്. നമ്മൾ ഈ പോയിന്റ് ടേബിൾ വെച്ച് അനലൈസ് ചെയ്താൽ മുംബൈക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം 18 പോയിന്റ് ആണെങ്കിൽ അവരുടെ ടോപ്പ് 2 ഫിനിഷ് എന്ന് പറയുന്നത് ബാക്കിയുള്ള റിസൾട്ടുകൾ കൂടി അനുസരിച്ചിരിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ RCB, GT, പഞ്ചാബ് ടീമുകൾക്ക് 19 അതിൽ കൂടുതലോ പോയിന്റ് നേടാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളതുകൊണ്ട് മുംബൈക്ക് 18 പോയിന്റുമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയുമെങ്കിലും ടോപ്പ് 2 സ്പോട്ട് ലഭിക്കില്ല. ഇനി ഇന്നത്തെ മത്സരം മുംബൈ ജയിക്കുകയാണെന്ന് വിചാരിക്കുക. അടുത്ത 2 മത്സരങ്ങൾ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ 20 പോയിന്റുമായിട്ട് ഇവർക്ക് ടോപ്പ് 2 സ്പോട്ടിന് നല്ല ചാൻസ് ഉണ്ട്. ഗുജറാത്ത് ഇന്നത്തെ മത്സരം തോറ്റു കഴിഞ്ഞാൽ അടുത്ത 3 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അവർക്കും 20 പോയിന്റ് ആവും. പിന്നീട് RCB 1-2 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 2 ടീമുകൾക്ക് ടോപ്പ് 2 സ്പോട്ടിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ സീസൺ വന്നെത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ പ്ലേയേഴ്സിന്റെ ഫോം വൈസ് മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. തുടർച്ചയായിട്ട് 6 വിജയങ്ങളുമായിട്ട് ഒരു ഹൈ ഫ്ലൈയിങ് യൂണിറ്റ് ആണ് മുംബൈ ഇന്ത്യൻസ്. അവർക്ക് എല്ലാ മത്സരങ്ങളിലും അവരുടെ പ്ലേയേഴ്സിൽ നിന്ന് വേണ്ട കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ 100 റൺസിനാണ് രാജസ്ഥാൻ റോയൽസിനെ അവർ പരാജയപ്പെടുത്തിയത്. വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ 217 പോലൊരു മാസീവ് ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുകയും അത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ വെറും 117 രാജസ്ഥാനെ പുറത്താക്കാനും മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ GTക്കെതിരെ ഒരു 200+ സ്കോർ അനായാസം ചേസ് ചെയ്തിട്ട് 6 കളിച്ച അടുത്ത മത്സരത്തിലാണ് ഇങ്ങനെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള വിന്ന് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുന്നത്. ഇപ്പോൾ ബാറ്റിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലേയേഴ്സ് എല്ലാം ഫോമിലാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ റിക്കിൾട്ടൺ ആയാലും രോഹിത് ആയാലും സൂര്യകുമാർ യാദവ് ആയാലും ഹാർദിക് പാണ്ഡ്യ ആയാലും നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. അതുപോലെ തന്നെ തിലക് വർമ്മ ആയാലും നമാൻധർ ആയാലും വിൽ ജാക്സ് ആയാലും വേണ്ട സമയങ്ങളിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ഇനി ബോളിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെന്റ് ബോൾട്ട് അസാധ്യ ഫോമിലാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകളാണ് ട്രെന്റ് ബോൾട്ട് വീഴ്ത്തിയിട്ടുള്ളത്. പിന്നെ ബൂംറ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ അനായാസം തന്നെ ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിലായാലും ഇക്കോണമി റേറ്റ് 4-ൽ താഴെയാണ് ബൂംറ ബോൾ ചെയ്ത് മാറിയത്. അതുപോലെ 2 വിക്കറ്റുകൾ നേടി. പിന്നീട് ദീപക് ചഹാർ മാത്രമാണ് ഇടയ്ക്ക് ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്. ചില മത്സരങ്ങളിൽ നന്നായിട്ട് ബോൾ ചെയ്യും, ചില മത്സരങ്ങളിൽ കുറച്ച് എക്സ്പെൻസീവ് ആവും. പിന്നീട് ബോൾ കൊണ്ട് ഹാർദിക് പാണ്ഡ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ വന്നിട്ട് കരൺ ശർമ്മ നല്ല പെർഫോമൻസ് ആണ് ഇവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. പിന്നീട് ആകെ ഒരു വറിയിങ് ഫാക്ടർ ഉള്ളത് മിച്ചൽ സാൻഡറിന് പരിക്കാണ്. ഒരു ഫുൾ ഫിറ്റ്നസിലോട്ട് എത്തുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു കുറവ് അവരറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിൽ ജാക്സ് ആയാലും തന്റെ പാർട്ട് ടൈം ഓഫ് സ്പിന്നും കൊണ്ട് ആ ഒരു ഇത് കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സൂര്യകുമാർ യാദവ് അറിയാമല്ലോ, തുടർച്ചയായിട്ട് 11 മത്സരങ്ങളിലും 25 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ സൂര്യക്ക് കഴിഞ്ഞു. അതൊരു റെക്കോർഡാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന് ആശങ്കപ്പെടാനൊന്നുമില്ല. പിന്നീട് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു ഹോം റെക്കോർഡാണുള്ളത്. RCBക്കെതിരെ ഒരു മത്സരം മാത്രമാണ് ഈ സീസണിൽ അവർ വാങ്കഡയിൽ പരാജയപ്പെട്ടത്. ബാക്കി എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്കായി. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരും ഫോമിലാണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിപ്പ് അവരുടെ ഫോമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3 എണ്ണമാണ് അവർക്ക് ജയിക്കാനായത്. ഇനി ഇവരുടെ ടീമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ടോപ്പ് 3. അതായത് ഇവർ നേടുന്ന റൺസിന്റെ ഒരു സിംഹഭാഗവും സ്കോർ ചെയ്യുന്നത് സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ എന്നിവരാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ അവരുടെ ടോപ്പ് 3യുടെ വിക്കറ്റുകൾ പവർ പ്ലേക്കുള്ളിൽ തന്നെ വീഴ്ത്തുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വരിയിൽ കാര്യം കഴിഞ്ഞു. എന്നാൽ ഈ സീസണിൽ ഒരു തവണ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതായത് തുടക്കത്തിൽ തന്നെ ഇവരുടെ 3 പേരുടെയും വിക്കറ്റ് വീഴ്ത്താൻ ഒരു ടീമിനും കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ ഇതുവരെ GT കളിച്ച എല്ലാ മത്സരങ്ങളിലും ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ 50 അടിച്ചിട്ടുണ്ട്. അത്രയും കൺസിസ്റ്റന്റ് ആണ് ഇവരുടെ ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് എന്ന് പറയപ്പെടുന്ന മിഡിൽ ഓർഡറിന് ആ ഒരു പ്രഷർ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇന്ന് ഇവരെതിരിടുന്നത് മുംബൈ ഇന്ത്യൻസിനെയാണ്. ഇപ്പോൾ ഞാൻ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം പറഞ്ഞു അവരുടെ ബോളിംഗ് നല്ല ഫോമിലാണ്. അപ്പോൾ ഇതുവരെ ബാക്കിയുള്ള ടീമുകൾക്ക് കഴിയാത്ത കാര്യം മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? ഇവരുടെ ടോപ്പ് 3യുടെ വിക്കറ്റ് പെട്ടെന്ന് വീഴ്ത്തിയിട്ട് ആ ഒരു മിഡിൽ ഓർഡറിനെ മുംബൈ ഇന്ത്യൻസിന് എക്സ്പോസ് ചെയ്യാൻ കഴിയുമോ? അവരുടെ മിഡിൽ ഓർഡർ ഒന്ന് എക്സ്പോസ്ഡ് ആയി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഒരു മത്സരങ്ങളിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവരിപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഹൈ ഫ്ലൈയിങ് ആയിട്ട് പോയിട്ട് ഇപ്പോൾ പ്ലേ ഓഫിലാണെന്ന് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഈ ഒരു മിഡിൽ ഓർഡർ എങ്ങനെ കോപ്പപ്പ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നേരത്തെ അങ്ങനെ ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്ലാൻസ് ചിലപ്പോൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ടാണ് അവരുടെ മിഡിൽ ഓർഡർ ഒന്ന് എക്സ്പോസ്ഡ് ആയി കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസിദ്ധ് കൃഷ്ണ എക്സലന്റ് ഫോമിലാണ്. അതുപോലെ തന്നെ പവർ പ്ലേയിൽ സിറാജ് നല്ല ഡീസന്റ് ആയിട്ട് തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ ടീമിൽ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്ത് ഡ്രഗ് സസ്പെൻഷന് ശേഷം കഗിസോ റബാദ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള പ്രാക്ടീസിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും
ഈ മത്സരത്തിൽ സെലക്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ റബാദ ടീമിലേക്ക് എത്തിയേക്കാം. അത് അവരുടെ ബോളിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആകും. പിന്നീട് റഷീദ് ഖാനാണ് ഒരു ഓഫ് കളറിലുള്ളത്. അതായത് റഷീദ് ഖാൻ തൻ്റെ ആ ഒരു ബെസ്റ്റിലല്ല ഈ സീസണിൽ കളിക്കുന്നത്. ചില മത്സരങ്ങളിൽ നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു, എന്നാൽ ചില മത്സരങ്ങളിൽ എക്സ്പെൻസീവ് ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റഷീദ് ഖാനോട് ആ ഒരു ഫോമിലേക്ക് തന്നെ ഇവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. പിന്നീട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സായ് കിഷോറിനെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അവസാന ഫേസുകളിലൊക്കെയാണ് ചിലപ്പോൾ 1-2 ഓവർ സായ് കിഷോർ വന്നെറിയുന്നത്. പിന്നീട് ഇഷാന്ത് ശർമ്മയുടെ ഫോം ഇവർക്കൊരു കൺസേൺ ആണ്. എങ്കിലും റബാദ തിരിച്ചു വരുന്ന സ്ഥിതിക്ക് അവരുടെ ടീമിൽ പ്രത്യേകിച്ച് 3 ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ ആയിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇഷാന്ത് ശർമ്മയ്ക്ക് വരെ അവർക്ക് റബാദയെ സ്വാപ്പ് ചെയ്യാം. കാരണം ഈ സീസണിൽ ഇഷാന്തിന്റെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് 11+ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റബാദയായിട്ടൊരു ഡയറക്റ്റ് സ്വാപ്പ് നടത്താവുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ RCB CSK മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ആ ഒരു പിച്ച് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലും യൂസ് ചെയ്യുക. അതൊരു ഹൈ സ്കോറിംഗ് പിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് മേക്കിങ്ങിനെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കാനാണ് സാധ്യത. പിന്നീട് വാങ്കഡയിൽ നിന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൻ ഇന്ററപ്ഷൻ ഉണ്ടായേക്കാം. എങ്കിലും ഇന്നലത്തെ പോലൊരു വാഷ് ഔട്ട് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടോലിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ മിച്ചൽ സാന്റ്നറിന്റെ ഒരു ഇൻക്ലൂഷനെ പറ്റി മാത്രമാണ് ഒരു ഡൗട്ട്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിലനിൽക്കുന്നത്. അപ്പോൾ ഫുള്ളി റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ മിച്ചൽ സാന്റ്നറിനെ അവരുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യും. അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. റബാദയുടെ കാര്യം, റബാദ ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇഷാന്ത് ശർമ്മയായിരിക്കും റബാദ റീപ്ലേസ് ചെയ്യുക. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാനൊരു കോൺടെസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഇത് ഓൾറെഡി ഈ വീഡിയോയിൽ ഒരു തവണ ഞാൻ സൂചിപ്പിച്ചതാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ടോപ്പ് 3 വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ബോളേഴ്സ്. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന്റെ ബോളേഴ്സ് നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് ആരായിരിക്കും വിജയിക്കുക? ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മിഡിൽ ഓർഡിനെ എക്സ്പോസ് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസിന്റെ ബോളേഴ്സിന് കഴിയുമോ എന്ന കാര്യമാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? തുടർച്ചയായിട്ടുള്ള 7ാമത്തെ വിജയം സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുമോ? അതോ ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.